കൊടുങ്ങല്ലൂർ ഭഗവതിയെ ഉപാസിക്കുമ്പോൾ സൂക്ഷിക്കണം. പെട്ടെന്ന് അടി തരുന്ന ദേവതയാണ്. നമ്മൾ അത്രയും വിളിക്കുന്ന ദേവത നമ്മളെ അങ്ങനെ അടിച്ചിരുത്തുന്ന ഒരു ദേവതയാണോ? അടച്ചിട്ട മുറിയിലിരുന്ന് കാളിയെ ഉപാസിച്ച് അവസാന നാളുകളിൽ ശ്മശാനത്ത് പോയി കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്ത് ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി കൊണ്ടാതിരുന്നു. ഒരുപാട് ആൾക്കാർ ഈ ദേവീനെ ഭുവനേശ്വരിയായിട്ടും ദുർഗയായിട്ടും സരസ്വതിയായിട്ടും ഒക്കെ കാളിയെ ആ രൂപത്തിൽ ആരാധിക്കുന്ന സങ്കേതങ്ങൾ ഇന്നില്ല നിലവിൽ. അതാണ് കേരളത്തിൽ ദുരിതത്തിന് കാരണം. പ്രധാനമായിട്ടും രോഗമുക്തിയാണ് ഈ ഭഗവതി ഫലം ചെയ്യുന്നത്. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് കാളിയെ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ അമ്മയെ വിളിക്കേണ്ടത്? ഭദ്രം കലയതി ഇതി ഭദ്രകാളി എന്നാണ്. 1000 ആനകളുടെ ബലമുള്ള ദാരികനെ 7 പിടിയാൽ ഒതുക്കി ഇടം കയ്യാലെ മുടിപിടിച്ച് വലം കയ്യാലെ ശിരസർത്ത ശക്തിസ്വരൂപിണിയാണ് ആര്. 33 ദേവഗണങ്ങളും ഭഗവതിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ടാണ് ഈ ഭഗവതിനെ ചേര രാജ്യത്തേക്ക് പറഞ്ഞു വിടുന്നത്. മുന്നേറെ നമ്മളെ ചൈതന്യത്തിന് ആ ദേവീ കലയിലേക്ക് അനുദീനം കാളി 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 എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാക്കി ഈ ദേവതനെ മാറ്റണം. മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവത നമ്മളായി തീർന്നു. ബംഗാളിൽ ആസാമിലൊക്കെ മത്സ്യം വെട്ടിയിട്ടാണ് അവിടെ ദേവിക്ക് നേദിച്ചു കൊടുക്കുന്നത് 10 ദിവസവും. അവസാന അഷ്ടമീൻ്റെ അന്ന് കൃത്യമായിട്ട് കോഴിയും ആടൊക്കെ വെട്ടിയിട്ടാണ് ബലി കൊടുക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? അവർ അഭിവൃദ്ധിപ്പെടാനുള്ള കാരണം അവർ അനുദിനം പ്രകൃതിക്ക് ബലി കൊടുക്കുന്നു. ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഇതൊക്കെ വർജ്യം. അവർ വിസ്മി ചൊല്ലിയർത്ത മാംസം വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നു. അവരെ മന്ത്ര സംസ്കാരം നമ്മുടെ ഉള്ളിലേക്കാക്കുന്നു. ഇത് സത്യത്തിൽ കൈവേശ രൂപത്തിൽ നമ്മുടെ കുട്ടികളിലും ഭാര്യമാരിലും വർദ്ധിക്കുന്നു. അങ്ങനെയാണ് ഇവർ കൺവേർട്ടഡ് ആക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പം കൊടുങ്ങല്ലൂർ അമ്മയുടെ ഉപാസകനായിട്ടുള്ള സംഗീതന്ത്രിയാണുള്ളത്. ചേട്ടാ, ഭദ്രകാളി, ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്മയെ പോലും ഭദ്രകാളിയാണ് എന്ന് അങ്ങ് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ആരാണ് ഭദ്രകാളി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഭദ്രകാളിയെ നമുക്ക് ഉപാസിക്കേണ്ടത്? കാളിയെ സംബന്ധിച്ചിടത്തോളം ഭദ്രം കലയതി ഇതി ഭദ്രകാളി എന്നാണ്. ഏറ്റവും ശ്രേഷ്ഠമായ പദവിനെ തരുന്നതാരോ അതാണ് കാളി. ഏറ്റവും ശ്രേഷ്ഠമായ പദവിനെ തരുന്ന ശക്തി ഭഗവതി, അതാണ് ഭദ്രകാളി. ഇതൊരു കാലസങ്കലനാഥ് കാളി, കാലഗ്രാസൻ കരോക്കെ. കാലത്തെ വിഴുങ്ങുന്നവളാണ് കാളി, കാലത്തെ സൃഷ്ടിക്കുന്നവളാണ് കാളി. നമുക്ക് ഏറ്റവും വലുത്, നമ്മളൊക്കെ ഒരു സമയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ ജീവിതചര്യകളൊക്കെ പോകുന്നത്. കാലം, ഈ നമ്മളവസാനം ജീവിതത്തിൻ്റെ അവസാനം കാലം നമ്മളെ കൊണ്ടുപോകാമെന്ന് പറയും. ആ കാലം പോലും കാളീൻ്റെ ശിഷ്യനാണെന്ന് പറയുക. ഭദ്രകാളി ശ്രേഷ്ഠമായ പദവിയെ തരാൻ ആയിട്ട് അവതരിച്ച ഭഗവതിയാണ്. ഈ കാളി ദാരികനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചതാണ്, അറിയാലോ. ഈ കാളി ദാരികനെ നിഗ്രഹിച്ച് ഭൂമിയിലേക്ക് വന്ന് ദുഷ്ടതര നിഗ്രഹം നടത്തി ശിഷ്ടജനങ്ങളെ പരിപാലിക്കാൻ വന്നതാണ്. അമ്മക്ക് മുമ്പിലെ പല്ലുകൊണ്ട് വിളക്കി ചിരിക്കാനും അറിയാം, അണപ്പല്ലുകൊണ്ട് അതേസമയം കടിച്ചമർത്താനും അറിയാം പഴഞ്ചൊല്ല്. ഈ അമ്മയുടെ ഉപാസന കൃത്യമായിട്ട് വരുന്നത് പഞ്ചമകാരങ്ങളിൽ അധിഷ്ഠിതവും കൗളമാർഗത്തിൽ അധിഷ്ഠിതവുമാണ് കൃത്യമായിട്ട്. ഈ ഭഗവതിക്ക് രക്തം കൊടുത്തിട്ട് തന്നെയായിരുന്നു പൂർവികന്മാരായിട്ട് ആരാധിച്ചു വന്നത്. ഈ ഭഗവതിനെ ഉപാസിക്കേണ്ടത് കൃത്യമായിട്ട് മലയാള ഭാഷാ മന്ത്രങ്ങളുണ്ട്, തോറ്റം പാട്ടുകളുണ്ട്, സ്തുതിഗീതങ്ങളുണ്ട്, വിളിച്ചു ചൊല്ലലുകളുണ്ട്. ഇതിൽ പഞ്ചവർണ്ണ പൊടിയിട്ടിട്ടൊക്കെയാണ് കാളിയുടെ ആരാധനകൾ വരുന്നത്. അല്ലെങ്കിൽ വാഴപ്പോള കുരുത്തോല കൊണ്ട് ഗോപുരം, ദാരികൻ്റെ കോട്ട 64 ഖണ്ഡം പത്മമിട്ട്, അല്ലെങ്കിൽ 64 ഖണ്ഡം വാഴപ്പോള കുരുത്തോല കൊണ്ട് ചമയങ്ങളുണ്ടാക്കി അതിലേക്ക് ദാരിക രക്തം വഹിക്കുന്ന കോഴിയെ വെട്ടിയിട്ടൊക്കെയാണ് ഈ ഭഗവതിൻ്റെ ആരാധന ഉണ്ടായത്. പ്രധാനമായിട്ടും രോഗമുക്തിയാണ് ഈ ഭഗവതി ഫലം ചെയ്യുന്നത്. നമുക്ക് ഏതൊക്കെ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളൊക്കെ മാറ്റാനായിരുന്നു ഈ ഭഗവതി ആരാധിച്ചത്. കടലോരങ്ങളിലാണ് ശ്രീകുറുമ്പ വിധാനത്തിൽ കൃത്യമായിട്ട് ഈ ഭഗവതി എല്ലാ സ്ഥലത്തും ഉപചരിച്ചു. അത് കാരണം കടൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് കൃത്യമായിട്ട് ഈ ഭഗവതിയെ പടിഞ്ഞാറോട്ട് നോക്കി കൃത്യമായിട്ട് കൗളമാർഗപ്രകാരം ആരാധിച്ചിരുന്നു. ഇപ്പോഴും കടലോരങ്ങളിൽ അങ്ങോളം ഈ ഭഗവതിയെ ഈ വിധാനത്തിൽ ആരാധിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ദേവതയുടെ കയ്യിൽ നാന്തകം പള്ളിവാളാണ്, പിന്നെ ദാരികൻ്റെ തല. കാരണം അങ്ങേയറ്റം ഊക്കും ബലവും വീര്യവും നിറഞ്ഞ അസുരനായിരുന്നു ദാരികൻ. ഈ ദാരികനെ നിഗ്രഹിക്കാൻ 33 കോടി ദേവഗണങ്ങൾക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്നാണ് ഭദ്രകാളി ശരിക്കും അവതരിക്കുന്നത്. കാളീൻ്റെ അവതാരം അവിടെ നിന്നാണ് ഉണ്ടാകുന്നത്. കാരണം സാക്ഷാൽ പരമേശ്വരൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ദാരികൻ വിചിത്രമായ പല വരങ്ങളും വാങ്ങി. ദാരികൻ്റെ ശിരസറക്കാൻ നേരത്താണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടത്. കയ്യും കാലൊക്കെ വെട്ടി, എന്നിട്ടും ദാരികൻ തപസ് ചെയ്തു. ദാരികൻ്റെ ശരീരം പുറ്റുകൊണ്ട് മൂടി, അവിടെ കിളികൾ വിത്തിട്ട് വൃക്ഷങ്ങൾ മുളച്ചു, വലിയ വൃക്ഷലതാദികളുടെ അവിടെ കിളികൾ കൂട് കെട്ടി പുതിയ പക്ഷികളുണ്ടായി എന്നൊക്കെ കഥയിൽ പറയുന്നുണ്ട്. എന്നിട്ടും ദാരികൻ്റെ തപസ്സിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അവസാനം കൈവെട്ടി കാലുവെട്ടി തല വെട്ടാൻ നേരത്താണ് ഭഗവതി പറയുന്നത് ഇനി എന്തായാലും വരം കൊടുത്തേ പറ്റുമെന്ന്. അങ്ങനെ അസുരനായ ദാരികന് വിചിത്രമായിട്ടുള്ള പല വരങ്ങളും കൊടുത്തു.
അങ്ങനെ പിന്നെ ഷൺമാതാക്കളായ ദേവിമാരെ പറഞ്ഞയച്ചു. ദാരികൻ എന്ത് ചെയ്തു? 33 ദേവഗണങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി. എല്ലാ രാജ്യങ്ങളും ദാരികൻ നടക്കുമ്പോൾ തന്നെ പാരും പർവ്വതവും കുലുങ്ങി എന്നാണ് പറയുന്നത്. ഉം. ഈ ദാരികൻ കൃത്യമായിട്ട് എന്ത് ചെയ്തു? ദേവന്മാരൊക്കെ ഭയപ്പെടുത്തി. ഇതൊക്കെ തൻ്റെ രാജ്യം ആന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പല പ്രയോഗങ്ങളും നടത്തി. അങ്ങനെ അവസാനം ദേവന്മാരിലും ദേവനായ മഹാദേവൻ്റെ അടുത്ത് എല്ലാവരും സങ്കടം ഉണർത്തിക്കാൻ പോയി. അങ്ങനെ കോപാക്രാന്തനായ ദേവൻ ഷൺമാതാക്കളായ ദേവിമാരെ പറഞ്ഞയച്ചു. അവർ പോയി ദാരികൻ്റെ കോട്ടയിലെത്തി. ദാരികൻ്റെ അനിയൻ ദാനവനെ വധിച്ചെങ്കിലും ദാരികനെ വധിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അവർ രക്തത്തിൽ കുളിച്ച് തിരിച്ച് കൈലാസത്തിലെത്തിയപ്പോൾ ഇത് കണ്ട കോപാക്രാന്തനായ രുദ്രൻ്റെ മൂന്നാം തൃക്കണ്ണെന്നും ഘോരസ്വരൂപിണിയായി ശ്രീ ഭദ്രകാളി അവതരിച്ചു. അഴിച്ചിട്ടിരിക്കുന്ന കാർകൂന്തൽ ജാലം, നീണ്ടു ബലിഷ്ടമായ ബാഹുക്കൾ, ചുവന്ന പട്ടുടയാട, കലവില കലമ്പുന്ന അരമണികളും കാൽച്ചിലങ്കകളും, ഏകകർച്ചനത്തവില്ലും അട്ടഹാസം, അങ്ങനെ ഭീഷണമായ രൂപത്തോടു കൂടി ശ്രീ ഭദ്രകാളി അവതരിച്ചതാണ്. ശേഷം നല്ലച്ഛനോട് ചോദിച്ചു, സാക്ഷാൽ പരമേശ്വരൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ പോയി ദാരികൻ്റെ ശിരസ് മറുത്ത് അതുമായിട്ട് തിരിച്ചു വരാൻ പറഞ്ഞു. അങ്ങനെ പോരാട്ടക സംഭവിച്ച് കാളി സന്ധ്യാസമയത്ത് ദാരികൻ്റെ കോട്ടയിലെത്തി. 1000 ആനകളുടെ ബലമുള്ള ദാരികനെ 7 പിടിയാൽ ഒതുക്കി ഇടം കയ്യാലെ മുടിപിടിച്ച് വലം കയ്യാലെ ശിരസർത്ത ശക്തി സ്വരൂപിണിയാണ് ആര്? ശ്രീ ഭദ്രകാളി. ശേഷം കാളി കൈലാസത്തിലേക്ക് എത്തി. രക്തത്തിൽ കുളിച്ചെത്തിയ കാളിയെ കണ്ട് ശ്രീ പാർവതീദേവി പോലും ഭയന്നുപോയി. ശേഷം നല്ലച്ഛൻ പറഞ്ഞു, ഈ തല നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഏത് തല? ദാരികൻ്റെ തല. ദുഷ്ടന്മാരും അഹങ്കാരികളും ഇത് കണ്ട് ഞെട്ടിവറക്കട്ടെ, അറിയട്ടെ കാളിയുടെ ശക്തി എന്ത്. ശേഷം 33 ദേവഗണങ്ങളും ഈ ഭൂലോകത്ത് പോയി അവിടെ നടമാടുന്ന ദുഷ്ടശക്തികളെയും മാറാവ വ്യാധികളെയും നശിപ്പിച്ച് കോടാനുകോടി ഭക്തരാൽ പരിപാലിക്കപ്പെട്ട് അവിടെ ക്ഷേമ ഐശ്വര്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യവും സമ്പത്തും രോഗമുക്തിയും പ്രദാനം ചെയ്യാൻ പ്രാർത്ഥിച്ച് 33 ദേവഗണങ്ങളും ഭഗവതിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചിട്ടാണ് ഈ ഭഗവതിനെ ചേര രാജ്യത്തേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഈ ഭഗവതി വന്നിരുന്ന സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. കേരളത്തിൻ്റെ മധ്യേ ഉള്ള ഈ കൊടുങ്ങല്ലൂരാണ് ഈ ഭഗവതി വന്നിരുന്നത്. ഇത് ദാരികനെ കൊല്ലുന്ന ഭഗവതിയാണ്. ഇതിനു മുന്നേ ഇവിടെ പരാശക്തി ഉണ്ട് എന്നാണ് ഐതിഹ്യം. അതാണ് ആ രഹസ്യറയിലുള്ള ശ്രീ കുറുമ്പ ഭഗവതി. നമ്മൾ പോയി കാണുന്നത് ഈ ദാരികവധം കഴിഞ്ഞ് നിൽക്കുന്ന കോപാക്രാന്തയായ ഭഗവതിനെയാണ് നമ്മൾ ഇന്നും പോയിട്ട് തൊഴുന്നത്. അപ്പോൾ ഈ ഭഗവതിനെ പിന്നീട് ഈ ഭഗവതി ആദ്യം വന്നത് മൂലസ്ഥാനമായ കീഴ്ക്കാവ് അഥവാ പൊലക്കാവിലാണ്. അവർ കൃത്യമായിട്ട് കൗള സമ്പ്രദായ പ്രകാരമുള്ള ആരാധനകളിലൂടെ രഹസ്യമായിട്ട് ഈ ഭഗവതിനെ കൃത്യമായിട്ട് ആരാധിച്ചിരുന്നു. ഇന്നിപ്പം 1889 വള്ളുവൻ സ്ഥാനമാണ് ഇവിടെ അലങ്കരിക്കുന്നത്. അവരും കൃത്യമായിട്ട് കൗള സമ്പ്രദായ പ്രകാരം പഞ്ചമകാരങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള പൂജകൾ മാത്രമേ ഇവിടെ നടത്തുന്നുള്ളൂ. കൃത്യമായിട്ട് ഇവിടെ വന്ന് തൊഴുന്നവർക്ക് അതിനുള്ള അനുഭവങ്ങളുണ്ട്. ഈ ഭഗവതിനെ കൃത്യമായിട്ട് പൂജിക്കേണ്ടത് അതിൻ്റെ ഇഷ്ടാനുസരണമാണ്. ഇത് യുദ്ധദേവതയാണ്. ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും ആരെ പൂജിക്കുന്നു? അതാണ് ഈ ചൈതന്യം. ഈ കൃത്യമായിട്ട് കാവുകളിൽ ഒരു പീഠം കാണാം, 4 കാലുള്ള പീഠം. ഇവിടെ ബ്രഹ്മാവും, പീഠത്തിൻ്റെ ഒരു കാല് ബ്രഹ്മനും, ഒന്ന് വിഷ്ണുവും, ഒന്ന് രുദ്രനും, ഒന്ന് ഈശ്വരനുമാണ്. സദാശിവനാകുന്ന പലകയാണ്. അതിൻ്റെ മേലെ കാലിൻ്റെ മേലെ കാലും എടുത്ത് നാന്തകം പള്ളിവാളം പിടിച്ച് പൂജിക്കുന്ന കാളിനെയാണ് ശ്രീകുറുമ്പയായിട്ടും ശ്രീഭദ്രകാളിയായിട്ടും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉപാസിക്കുന്നത്. അപ്പോൾ ഈ കാളിൻ്റെ ഈ ഭഗവതിൻ്റെ ശ്രേഷ്ഠത്വം നമ്മൾ മനസ്സിലാക്കണം. ഈ ദേവിനെ പൂജിച്ചു കഴിഞ്ഞാൽ 33 ദേവഗണങ്ങളെ ഉപാസിച്ചതും പൂജിച്ചതും പോലെയാണ്. കാളി ഉപാസന തന്നെ ഒരു പുണ്യമാണ്. കാരണം നമ്മുടെ പൂർവികർ കാളിനെയായിരുന്നു ഉപാസിച്ചത്. കേരളത്തിൻ്റെ അധിഷ്ഠാന ദേവതയും ശ്രീഭദ്രകാളി തന്നെയാണ്. ദശമഹാവിദ്യകൾ ആദ്യത്തെ വിദ്യയും കാളി വിദ്യയാണ്. ഇതിൻ്റെ അപ്പുറം മറ്റൊന്നില്ല. ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെയാണ് കാളിയെ വിളിക്കേണ്ടത്, അല്ലെങ്കിൽ അമ്മയെ വിളിക്കേണ്ടത്? ഈ കാളി ഏതൊരു മനുഷ്യൻ്റെ ആയാലും കേരളത്തിലെ കുലദേവതയാണ്, ധർമ്മദൈവമാണ്. നമ്മുടെ തറവാടുകളിൽ, എല്ലാ തറവാടുകളിലും നോക്കിയാൽ കാളി ഉണ്ടാവും. പ്രധാനമൂർത്തി കാളി തന്നെയായിരിക്കും. ഈ കാളിയെ അവരെ പൂർവികന്മാരെങ്ങനെയാണ് ആരാധിച്ചത് ആ രീതിയിലാണ് ആരാധിക്കേണ്ടത്. ഓരോ സ്ഥലത്ത് ദേശ ആചാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, അല്ലെ പാരമ്പര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് പലതരത്തിലായിരിക്കും നേദ്യങ്ങൾ വെച്ചു കൊടുത്തത്, ഉപാസിച്ചതൊക്കെ. ഇന്നിപ്പം നമ്മൾ പുറത്തു നിന്നുള്ള ആൾക്കാരുടെ അടുത്ത് ഇതൊക്കെ പഠിക്കാൻ പോകുന്ന, ഇതൊക്കെ ക്രോഡീകരിക്കാൻ ഒരിക്കലും പറ്റുന്നതല്ല. നമ്മുടെ പൂർവികരെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അത് കണ്ടെത്താൻ പറ്റിയില്ലേ, ഭദ്രകാളീൻ്റെ സേവ ഉറപ്പിച്ച ആൾക്കാരുണ്ട്, ഉപാസകന്മാരല്ല. ഉപാസന എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അടുത്ത ആസനം എന്ന് പറഞ്ഞിരിക്കുക, അടുത്തിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. സേവ പണ്ട് കാലത്ത് സേവ ഉറപ്പിച്ചിരുന്നു. കൃത്യമായിട്ട് ബ്രഹ്മചര്യത്തോടു കൂടി 41 നാൾ അല്ലെ 108 നാളിലൊക്കെ അടച്ചിട്ട മുറിയിലിരുന്ന് കാളിയെ ഉപാസിച്ച് അവസാന നാളുകളിൽ ശ്മശാനത്ത് പോയി കർമ്മങ്ങളും കാര്യങ്ങളും ചെയ്ത് ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി കൊണ്ടാതിരുന്നു. ഈ ഒരു ഗൂഢമായിട്ടുള്ള കേരളത്തിൻ്റെ പദ്ധതികൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് നമ്മൾ ഇന്നും ആചരിക്കുന്നുണ്ട് വാർഷികമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഗൂഢമായിട്ട് സേവ ഉറപ്പിച്ചു കഴിഞ്ഞാൽ സേവാമൂർത്തിയായിട്ട് മാറി സേവകൻ. പിന്നെ കാളിയെ ഉപാസിച്ച കാളിയായി.
പരമശിവൻ പറഞ്ഞത് അന്നേ വരെ പ്രപഞ്ചം ദർശിച്ചിട്ടില്ലാത്ത വിധത്തിൽ ഭീകരവും രൗദ്രവും ഭയാനകവുമായ ഭാവത്തോടു കൂടി ശ്രീ ഭദ്രകാളി ഉടലെടുത്തതാണ്. കാളിയോട് അടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം. ചൂടാണ് കാളി, അഗ്നിയാണ്, അഗ്നി, മഹാപ്രളയ സാക്ഷിണിയാണ്. ഇപ്പോൾ അങ്ങ് അത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഉണ്ടായൊരു സംശയമാണ്. പല ആളുകളും പറഞ്ഞിട്ടുണ്ട് കാളി ഉപാസന നടത്തുമ്പോൾ സൂക്ഷിക്കണം, ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭഗവതിയെ ഉപാസിക്കുമ്പോൾ സൂക്ഷിക്കണം, പെട്ടെന്ന് അടി തരുന്ന ദേവതയാണ്, അപ്പോൾ സൂക്ഷിച്ചേ മുന്നോട്ട് പോകാം. അപ്പോൾ നമ്മളത്രയും വിളിക്കുന്ന ദേവത നമ്മളെ അങ്ങനെ അടിച്ചിരുത്തുന്നൊരു ദേവതയാണോ? കാളി ഉപാസനയുള്ള കാര്യം, കാളി നമ്മുടെ ശക്തിയാണ്. ഈ ശക്തിക്ക് നമ്മുടെ കൂടെ ഉള്ള പ്രധാന ബന്ധങ്ങളൊക്കെ ആദ്യം വിച്ഛേദിക്കും. നിങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളുള്ള ആളാണെങ്കിൽ കാളി ഉപാസനയോടെ നിങ്ങളെ സുഹൃത്തുക്കളൊക്കെ നിങ്ങളുടെ അടുത്ത് തെറ്റിപ്പോകും. കുടുംബജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ടേക്കാം. ഭഗവതി എന്തൊക്കെയാണ് ആത്മീയമായിട്ട് നമ്മളെ കൊണ്ടുപോകും. യോഗ ഭോഗാത്മകം കവളെന്നാ പറയാം. യോഗവും ഭോഗവും ആത്മീയമായിട്ട് ഭഗവതി നമ്മുടെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കും. കൃത്യമായിട്ട് ഭഗവതിയിലേക്ക് ഏറ്റെടുക്കും. അതിലുള്ള പ്രധാന തുടക്കമാണ് എന്ത്? നമ്മുടെ ഒറ്റപ്പെടുത്താന്നുള്ളത്. അതാണ് നിന്ദന്ത് ബാന്ധവാ സർവേ തജന്തു ശ്രീസുധാർട്ട് കുളാർണ തന്ത്രത്ത് പ്രമാണമുണ്ട്. ബന്ധുക്കൾ എന്നെ ഉപേക്ഷിക്കട്ടെ, രാജാവും നാട്ടുകാരും എന്നെ കല്ലെറിഞ്ഞോടിക്കട്ടെ, അല്ലെങ്കിൽ ഭ്രഷ്ട് കൽപ്പിക്കട്ടെ, ഭാര്യയും മക്കളും എന്നെ ഉപേക്ഷിക്കട്ടെ, എല്ലാവരും ഞാൻ ഭ്രാന്തനെന്ന് വിളിക്കട്ടെ, അങ്ങനെ എന്തേതൊക്കെ ചെയ്താലും എൻ്റെ പരദേവതയെ കാളി ഞാൻ നിൻ്റെ സേവ മുടക്കുകയില്ല. ഈ ഭാവത്തിൽ വേണം കൗള സമ്പ്രദായ പ്രകാരം കാളീനെ ആരാധിക്കാൻ. ഇത് ഇരുതല മൂർച്ചയുള്ള ആയുധത്തിൻ്റെ മേലിലുള്ള നടക്കുന്ന യാത്ര തന്നെയാണ്. കാളി അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്നല്ല, നമുക്ക് ബന്ധങ്ങളൊന്നും ഈ ജന്മത്തിൽ നമ്മൾ ഏകനാണെന്ന് തെളിയിച്ചു തരാൻ വേണ്ടിയിട്ട് ഭഗവതി നടത്തുന്ന പരീക്ഷണങ്ങളാണ്. പക്ഷെ നമ്മൾ അമ്മയെ എന്നല്ലേ വിളിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു അമ്മ നമ്മളെ എങ്ങനെയാണ് ആ രീതിയിലേക്ക് ഉപദ്രവിക്കുന്നത്, അല്ലെങ്കിൽ ബാധാഭാവത്തിലേക്ക് മാറുന്നത് എങ്ങനെയാണ്? ഉപദ്രവിക്കുന്നതല്ല, മാതാവ് ഭഗവതി നമ്മുടെ ഉള്ളിലുള്ള അഹംഭാവങ്ങൾ, കാമ ക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങളൊക്കെ ഭഗവതിൻ്റെ നാന്തകം വാളുകൊണ്ട് വെട്ടി ഇല്ലാതാക്കി നമ്മളെ പളുങ്ക് പാത്രം പോലെ ആക്കിയിട്ടേ ആ ഭഗവതി നമ്മളെ സ്വീകരിക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപകർമ്മങ്ങളൊക്കെ കാളി ഉപാസന തുടങ്ങിയാൽ പെട്ടെന്ന് ഭഗവതി എന്ത് ചെയ്യും? ഈ ജന്മത്തിലേക്ക് പുറത്തെടുപ്പിച്ച് അതൊക്കെ അനുഭവിപ്പിച്ച് തീർക്കും. അതാണ് ഉപാസകന്മാർക്ക് ചില ആളുകളിൽ ദുരിതം വരാൻ കാരണം. അത് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ടുള്ള റൂട്ടിലാണ്. ഈ ദേവി ഉപാസന കൃത്യമായിട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒറ്റപ്പെട്ടിരിക്കും. കൃത്യമായിട്ട് പല പ്രശ്നങ്ങളും നമ്മൾ ചെയ്യാത്ത കുറ്റം നമ്മൾ കേൾക്കേണ്ടി വരും. ഇങ്ങനെ നമ്മൾ എല്ലാവരായിട്ടുള്ള കോണ്ടാക്റ്റ് ബന്ധങ്ങളും കാര്യങ്ങളും ഒഴിവാക്കും. ദേവിയിലേക്ക് കൂടുതൽ അടുക്കും. അവിടെ വെച്ചിട്ട് നമ്മൾ ജപം നിർത്തരുത്. ഒരു വീരനാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ നിന്ന് വീണ്ടും ജപിക്കണം. 1000 ജപിക്കുന്ന ആൾ 2000 ജപിക്കണം. മുന്നേറെ നമ്മളെ ചൈതന്യത്തിന് ആ ദേവീ കലയിലേക്ക് അനുദീനം കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാക്കി ഈ ദേവതനെ മാറ്റണം. മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവത നമ്മളായി തീർന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയുമ്പോൾ തന്നെ അവരുടെ കാര്യങ്ങൾ നടക്കും. പല അനുഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. മറ്റൊരു കാര്യം, ഇപ്പോൾ കാളി ഉപാസന ചെയ്യുന്ന പലരും ഇപ്പോൾ മദ്യം കൊടുത്തും അല്ലെങ്കിൽ മാംസം കൊടുത്തും രക്തം കൊടുത്തും അങ്ങനെയാണ് പോകുന്നത്. ഈ രക്തം കൊടുക്കുമ്പോൾ തന്നെ പല ആളുകളും ഇപ്പോൾ ഇന്ന് ഹൈന്ദവ വിശ്വാസത്തിൽ പിറന്ന അല്ലെങ്കിൽ തന്ത്രി മുഖ്യന്മാരായിട്ടുള്ള പല ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അങ്ങനെ രക്തം നീ കൊടുത്തോ ആ ദേവത നിന്നെ മുടിക്കും, അല്ലെങ്കിൽ രക്തം കൊടുത്ത് പൂജിച്ചിട്ടുള്ള എല്ലാ തറവാടുകളും മുടിഞ്ഞു പോയിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്? അത് ഇതിനെ പറ്റിയിട്ട് ഗഹനം വിവരമില്ലാത്ത ആൾക്കാരെ അത് പറയൂ. സരസ്വതീനെ പൂജിക്കുന്നവർ, മഹാലക്ഷ്മിനെ പൂജിക്കുന്ന അവരെ സമ്പ്രദായത്തിൽ പൂജിക്കട്ടെ. ഇപ്പം ബംഗാളിലൊക്കെ നവമിക്ക് കൃത്യമായിട്ട് നവരാത്രിക്ക് ഇവിടെ 10 ദിവസം വ്രതം എടുക്കാൻ പറയും. ബംഗാളിൽ ആസാമിലൊക്കെ മത്സ്യം വെട്ടിയിട്ടാണ് അവിടെ ദേവിക്ക് നേദിച്ചു കൊടുക്കുന്നത് 10 ദിവസവും. അവസാന അഷ്ടമീൻ്റെ അന്ന് കൃത്യമായിട്ട് കോഴിയും ആടൊക്കെ വെട്ടിയിട്ടാണ് ബലി കൊടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും? ആഗമശാസ്ത്രങ്ങൾ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള വിധിയുണ്ട്, പ്രമാണങ്ങളുണ്ട്. ഇത് നമ്മൾ പറഞ്ഞതല്ല, ഋഷീശ്വരന്മാരും സാക്ഷാൽ ആദിനാഥനായ പരമേശ്വരൻ പറഞ്ഞതാണ്. ഈ ആഗമശാസ്ത്രങ്ങളെ തിരുത്താൻ ഒരു ജ്യോതിഷിക്കും ഒരു തന്ത്രിക്കും അധികാരമില്ല. ഒരു മാംസം കഴിക്കുന്നത് തെറ്റല്ല, ഒരിക്കലും മാംസം കഴിക്കുന്നത് തെറ്റല്ല. പഞ്ചമകാരങ്ങൾ ഉപയോഗിക്കുന്നത് തെറ്റില്ല എന്ന് കൃത്യമായിട്ട് പ്രമാണമുണ്ട്. ദേവി ഉപാസകര് അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും തെറ്റായിട്ടില്ല. പക്ഷേ ഒന്ന് ആ രൂപം, കാളിയുടെ രൂപം ഒന്ന് മനസ്സിലാക്കൂ. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പോലും കാളിയാണ്. ഈ ദേവതൻ്റെ ശരീരത്തിൽ മുണ്ടമാല, തലയോട്ടികൾ കൊണ്ട് കോർത്ത മാലയുടെ ആ തലകളുടെ എണ്ണം 51. മലയാളത്തിലെ 51 അക്ഷരങ്ങളാണ് കാമുതല്. ഈ കാമുതല് ലാവരെ നമ്മുടെ കുണ്ടലിനി ശക്തിയാണ്. ഇത് നമ്മുടെ കുലമാണ്. ഇത് നമ്മുടെ അക്ഷര ദേവതകളും കൂടിയാണ്. ഈ ഭാവത്തിനെ ഉൾക്കൊണ്ട് നോക്കൂ. ഈ രക്തത്തിൽ കുളിച്ചുള്ള കാളിയാണ്, മഹാശ്മശാനവാസിയാണ്.
ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത് ശ്രീമാതാന്നാണ്. കാളി സഹസ്രനാമം എങ്ങനെയാണ് തുടങ്ങുന്നത് അറിയോ? ശ്മശാന കാളികാന്നാണ് തുടങ്ങുന്നത്, ശ്മശാനത്തിലാണ്. അപ്പോൾ ഈ ദേവതൻ്റെ ഭാവവും രൂപവും സ്വഭാവവും നമ്മൾ മനസ്സിലാക്കണം. ഭദ്രകാളിനെ ഭദ്രകാളിയായിട്ട് അതിനെ പൂജിക്കണം. അത് പൂജിക്കാത്തടത്തോളം നമുക്ക് ദുരിതം ഉണ്ടാവും. കാളി ഉപാസന കൃത്യമായിട്ട് ഭഗവതിനെ പ്രാർത്ഥിച്ച് പാരമ്പര്യ മലയാള ഭാഷാമന്ത്രങ്ങളുടെ ആ മലയാള ഭാഷാമന്ത്രങ്ങൾ ഉരുക്കഴിക്കുക, അല്ലെങ്കിൽ അതുള്ള ഗുരുക്കന്മാരെ ചെന്ന് കണ്ട് മന്ത്രോപദേശം സ്വീകരിച്ച് ജപം തുടങ്ങാം. കാളി ഉപാസന പുണ്യമാണ്. ഈ ഭഗവതിനെ ഉപാസിച്ചാൽ എല്ലാവരും ഉപാസിച്ചോല. വേറൊരു എടുത്തു പറയേണ്ട കാര്യം, ഒരു ശത്രു ആഭിചാര ദോഷങ്ങളും ബാധാദോഷങ്ങളും ഭദ്രകാളി ഉപാസകൻ്റെ അടുത്ത് അടുക്കൂല. ആരേത് മൂർത്തിനെ വിട്ടാലും കാളി ഉപാസന കാളി ചൈതന്യം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 കാതം അകലെ വന്ന ആ മൂർത്തി തിരിച്ചു പോകുന്നല്ലാണ്ട് ഈ കാളീൻ്റെ ആ ഉപാസകൻ്റെ പ്രകാശ വലയത്തിൻ്റെ ഉള്ളിൽ ഒരു ദേവതമായിരിക്കും ബാധാ സാന്നിധ്യങ്ങൾക്കും ശത്രു ആഭിചാര ദോഷങ്ങൾക്കും കടന്നു കയറാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഭദ്രകാളീന് വലിയ മൂർത്തിയില്ല. എന്ത് കോപങ്ങളോ ആരെ മൂർത്തിൻ്റെ ദോഷങ്ങളും ഉണ്ടെങ്കിലും കാളീനെ കൊണ്ട് തീർക്കാം. കാളി കോപിച്ചാൽ ലോകത്തൊരാളെ കൊണ്ട് തീർക്കാൻ പറ്റില്ല. അതാണ് പ്രാധാന്യം. ഇപ്പോൾ കാളി ഉപാസന ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവർ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ പലരും കാളി ഉപാസന ചെയ്യുമ്പോൾ മത്സ്യമാംസാദികൾ കഴിച്ചുകൂടാ, അങ്ങനെ വ്രതം എടുത്തു പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വിധാനങ്ങളാണോ, അതോ യഥാർത്ഥത്തിൽ കാളി ഉപാസന ചെയ്യുമ്പോൾ ഈ രീതിയിൽ തന്നെയാണോ ചെയ്യേണ്ടത്, രക്തം കൊടുത്ത് തന്നെയാണോ ചെയ്യേണ്ടത്? കാളി ഉപാസന കൃത്യമായിട്ടും ബലി കൊടുത്ത് തന്നെയാണ് ചെയ്യേണ്ടത്. അതല്ലാണ്ടുള്ള ഒരു ആരാധന പറയുന്നില്ല. ഇപ്പോൾ ചില ആൾക്കാർ നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് അങ്ങനെ പൂജിക്കാം. പക്ഷേ ദേവതൻ്റെ ആരാധനാ രീതി പ്രകാരം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാലേ നമുക്കൊരു ആനന്ദം ഉണ്ടാവുള്ളൂ, അല്ലേ? ആ രീതിയിൽ നമ്മൾ എന്താണോ കഴിക്കുന്നത് അത് ഈ ദേവതക്ക് കൊടുക്കണം. നിങ്ങൾ ഇതൊക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഇതൊക്കെ കൊടുക്കണം. അത് ആ ദേവതക്ക് മാത്രം ഇതൊക്കെ കൊടുക്കാണ്ടല്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാവരും മദ്യം വെച്ചിട്ടും മത്സ്യം വെച്ചിട്ടും കോഴി അറത്തിട്ടും തന്നെയാണ് കാളീനെ പൂജിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലാണ്ട് പൂജ ചെയ്യുന്ന ആൾക്കാർ സ്വന്തം കാര്യത്തിനല്ല കാര്യസാധത്ത് ഉപാസകന്മാർ വളരെ വിരളമാണ്. ഇതൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് കാലം മുമ്പേ. അതൊക്കെ തിരിച്ചു വന്നു. വീണ്ടും ഈ ദേവതക്ക് കൊടുക്കേണ്ടതിനെ കൊടുത്ത് പൂജിക്കുന്നുണ്ട്. അവരുടെ അടുത്തൊക്കെ ആൾക്കാർ പോകുന്നുണ്ട്. അവരൊക്കെ ചെയ്യുന്ന കർമ്മത്തിന് കാര്യസാധ്യം ഉണ്ടാവുന്നുണ്ട്. ഒക്കെ ഉണ്ട്. ഒക്കെ തിരിച്ചു വരും. എല്ലാ കാര്യങ്ങളും ഇവിടെ തിരിച്ചു വരുന്നുണ്ട്. കാളീൻ്റെ സ്വഭാവം മനസ്സിലാക്കി അതിൻ്റെതായ രീതിയിൽ ആരാധിക്കാം. നമ്മുടെ തറവാടുകളിൽ ഭദ്രകാളിയാണെങ്കിൽ കൃത്യമായിട്ട് ഇത്തരം ദ്രവ്യങ്ങൾ വെച്ച് പൂജിക്കുക. പണ്ട് കാലത്ത് അങ്ങനെ ആയിരുന്നു. പണ്ട് കാലത്ത് ഒരു വീട്ടിലും ഭക്ഷണം കഴിക്കാൻ ഗതിയില്ലാത്ത സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഭൂമിൻ്റെ ഉള്ളിലുള്ള കിഴങ്ങും പറമ്പിലെ നടക്കുന്ന കോഴിയും തെങ്ങിൻ്റെ മേലെ കയറിയിട്ട് കള്ളും കടലിൽ നിന്ന് കിട്ടുന്ന മീനൊക്കെ ആയിരുന്നു ഈ ദേവതക്ക് വെച്ചു കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് ഇന്ന് അശ്രേഷ്ഠമല്ല. ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഇതിനൊക്കെ പ്രമാണങ്ങളുമുണ്ട്. മദ്യം വെക്കാനും മത്സ്യം വെക്കാനും ഒക്കെ അത് തെറ്റല്ല. അങ്ങനെയാണെങ്കിൽ അമ്പലത്തിലുള്ള ചെണ്ടമുട്ട് നിർത്തണം. പൂജാരിമാർ തീർത്ഥശംഖു ഉപയോഗിക്കാൻ പാടില്ല. പണിക്കർ കവടി ഉപയോഗിക്കാൻ പാടില്ല. ഗോരോചനം ഉപയോഗിക്കാൻ പാടില്ല. യാഗങ്ങളിൽ വവ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നും പാടില്ല. എൻ്റെ ഒരു സംശയമാണ്. ഇപ്പോൾ ഈ യക്ഷി സങ്കല്പങ്ങളുണ്ടല്ലോ, കേരളത്തിൽ ഒരുപാട് യക്ഷി സങ്കല്പങ്ങളുണ്ട്. ആദിമകാല ദൈവങ്ങൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ കാളിയും ചാത്തനും യക്ഷിയും ഒക്കെ ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ യക്ഷി സങ്കല്പം തന്നെയാണോ കാളി സങ്കല്പം, അതോ കാളി സങ്കല്പത്തിൻ്റെ മറ്റൊരു വകഭേദമാണോ യക്ഷി സങ്കല്പം? ജ്യോതിശാസ്ത്രത്തിൽ ലക്ഷ്മി യക്ഷിമാ കാളി യക്ഷിമാ വൃതന്തന പ്രമാണമുണ്ട്. ലക്ഷ്മിയും യക്ഷിയും കാളീനെല്ലാം ഒരു പ്രമാണം കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഒരു പ്രമാണം കൊണ്ട്. ഇവിടെ കാളിയുടെ ഭൂതഗണങ്ങളാണ്. ഭൂതപ്രേത പൈശാച മാതൃസഹിതാണ്, അല്ലേ? ഭൂതം പ്രേതം പിശാചുക്കൾ പരിവാരങ്ങളായുള്ള ആളാണ്. അമ്മ മഹാകാളിയാണെങ്കിൽ അല്ലെ മഹാധൂമാവതിയാണെങ്കിൽ ഇതൊക്കെ പരിവാരങ്ങളാണ്. യക്ഷി ആരാധന നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല. കേരളത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഈ യക്ഷി ആരാധന, യക്ഷി ഉപാസന. നമ്മൾ ഉപാസിക്കുന്ന യക്ഷിണികളാണ്, യക്ഷീഗണങ്ങളാണ്. ഇവർ കാരാഗണങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ഇവർ നമുക്ക് കാര്യസാധ്യത്തിന് ഉളവാക്കുന്ന പല മൂർത്തികളാണ്. ഈ ദേവതന്മാരെ കുടിയിരുത്തി എത്രയോ സംഗീതങ്ങൾ കേരളത്തിലുണ്ട്. ഇത് പൈശാചിക ഭാവത്തിലുള്ളത് മാത്രമല്ല, ഏതൊരു ദേവതക്കും സത്വ രജസ് തമോ ഗുണങ്ങളുണ്ട്. ഏതൊരു ആരാധനക്കും ഉണ്ട്, നമ്മളിലുണ്ട്. അപ്പോൾ അതിൻ്റെ രൂപഭേദ ഭാവങ്ങൾ കൊണ്ട് ആ ദേവത അശ്രേഷ്ഠമാണെന്ന് നമുക്ക് കരുതിക്കൂടാ. യക്ഷി ഉപാസനയും ശ്രേഷ്ഠമാണ്. യക്ഷി ഉപാസന കൃത്യമായിട്ട് കാര്യസാധ്യം നടത്തിത്തരുന്ന ഒരുപാട് യക്ഷിണികളുടെ സാധന കൃത്യമായിട്ടുണ്ട്. അതിൽ കാളിയുടെ ഭാവങ്ങളുള്ള യക്ഷിണികൾ തന്നെയുണ്ട്. പിന്നെ കൂളി എന്നൊക്കെ പറയും. കാളി ഗൂളിഗണങ്ങൾ, പമ്പൻ പടകൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതേപോലെ ഒറ്റമൂലച്ചിയുടെ ആരാധന, ഇതൊക്കെ മാന്ത്രികത്തിലും താന്ത്രികത്തിലും ഒക്കെ കേരളത്തിൽ പ്രചാരം നേടിയ ഉപാസനാ പദ്ധതികളാണ്.
ഇപ്പോൾ അമ്മൻ സങ്കല്പങ്ങൾ ഇപ്പോൾ ഞങ്ങൾ തെക്ക് വശം കൊല്ലം ജില്ലയാണ്. അപ്പോൾ കൊല്ലം തിരുവനന്തപുരം ഭാഗത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും അമ്മൻ സങ്കല്പങ്ങളാണ്. ഈ അമ്മൻ സങ്കല്പങ്ങളെല്ലാം ഇന്ന് കൂടുതലും ആരാധിച്ചു വരുന്നത് ഭുവനേശ്വരി ആയിട്ടോ അല്ലെങ്കിൽ ദേവീഭാവങ്ങളിലാണ്, ദുർഗയായിട്ടൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഈ അമ്മൻ സങ്കല്പങ്ങൾ കാളി സങ്കല്പങ്ങളായിരുന്നില്ലേ? അതെ, അതിൻ്റെ ഉള്ള ഏറ്റവും വലിയ തെളിവാണല്ലോ മുടി, തിരുമുടി. അതാരെ പ്രതിനിധാനം ചെയ്യുന്നതാണ്? കാളിയുടെയാണ് അല്ലേ? എവിടെ കേരളത്തിൽ എവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാലും ഈ സമ്പ്രദായ മാറ്റം, ദേവതാഭാവത്തിൻ്റെ മാറ്റം മാറ്റിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഈ ദേവീനെ ഭുവനേശ്വരി ആയിട്ടും ദുർഗയായിട്ടും സരസ്വതി ആയിട്ടും ഒക്കെ എല്ലാ സ്ഥലത്തും മാറ്റിക്കഴിഞ്ഞു. കൃത്യമായിട്ട് പറയുന്നതാണെങ്കിൽ കാളിയെ ആ രൂപത്തിൽ ആരാധിക്കുന്ന സങ്കേതങ്ങൾ ഇന്നില്ല നിലവിൽ. അതാണ് കേരളത്തിൽ ദുരിതത്തിന് കാരണം. ഈ സമ്പ്രദായം ദേവികളെ മാറ്റുന്നത് ഒരുവിധം ജ്യോതിഷന്മാരും ഒരുവിധം തന്ത്രിമാരും ആണ്. ഈ ബ്രാഹ്മണ സമ്പ്രദായത്തിലേക്ക് കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അത് കാളി ഈ സാധന ഒരു മോശം സാധനയാണ്. ബാക്കിയുള്ള അതായത് ഇപ്പോൾ കാളി സാധനയിലേക്ക് വരുമ്പോൾ മദ്യമാണെങ്കിലും മാംസമാണെങ്കിലും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ബ്രാഹ്മണിക്കൽ രീതിയിലേക്ക് വരുമ്പോൾ, ബ്രാഹ്മണ സാധനയിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ അതിനെ ഭുവനേശ്വരിയായിട്ടോ ദുർഗയായിട്ടോ ആചരിക്കുമ്പോൾ അത് വേണ്ട എന്നുള്ളൊരു തോന്നൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇത് ഉണ്ടാകുന്നത്. ഈ EMS നമ്പൂതിരിപ്പാടിന്റെ സമ്പൂർണ്ണ കൃതികൾ എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, യാഗം കഴിഞ്ഞിട്ട് നമ്പൂതിരിമാര് ചുറ്റും കൂടി പശു ഇറച്ചിയും ബാക്കിയുള്ള മാംസങ്ങളും കഴിച്ച് കള്ളും കുടിച്ച് കൂത്താടലാണ് ആ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ എല്ലാവരും എല്ലാ ദ്രവ്യങ്ങളും വെച്ചിട്ടാണ് പൂജിച്ചത്. നമ്പൂതിരിമാരെന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാർ, ഇപ്പം ഞങ്ങളും ബ്രാഹ്മണന്മാർ തന്നെയാണ്, കൗള ബ്രാഹ്മണന്മാരല്ലേ, ബ്രഹ്മജ്ഞാനമുള്ളവർ ബ്രാഹ്മണന്മാർ. സമുദായം നോക്കുന്നതാണ്. അപ്പോൾ ശ്രീകൃഷ്ണനും ശ്രീരാമനും ഒന്നുമില്ലാണ്ടായി പോകും അല്ലേ? അപ്പോൾ ആ രീതിയിലല്ല കാര്യങ്ങൾ. ബ്രാഹ്മണന്മാരായി ഈ പറഞ്ഞ നമ്പൂതിരിമാരായാലും അവരില്ലത്തും കാളി തന്നെയാണുള്ളത്. ആർക്ക് വേണമെങ്കിലും ഏത് ഇല്ലത്തും പോയിട്ട് നോക്കാം. അവരെ രഹസ്യം അറിയില്ല. ശ്രീകോവിലിൻ്റെ അകത്ത് ഭദ്രകാളി പ്രതിഷ്ഠയാണ്. ഇന്നും അകത്ത് ശാക്തേയവും പുറത്ത് ഗുരുതി അവർ വാർഷികമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. പുറത്തും ഗുരുതിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സമുദായം, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എല്ലാ സമുദായങ്ങളും ആരാധിക്കുന്നത് കാളീനെ തന്നെയാണ്. അപ്പം നമ്മുടെ ഇത് കേൾക്കുന്ന നമ്മളും ഈ ഭദ്രകാളി ഉപാസന ചെയ്തു കഴിഞ്ഞാൽ തന്നെ ബാക്കി എല്ലാമായി നമുക്ക് വേണ്ടതൊക്കെ ഈ കാളി ഒറ്റൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ഭഗവതിനെ അതിൻ്റെ ഇഷ്ടാനുസരണം പൂജിക്കണം. ഭഗവതിക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് നമ്മൾ പൂജിക്കണം. എങ്ങനെയാണ് നമ്മൾ ഭഗവതിയുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്നത്? ഭഗവതിൻ്റെ ഇഷ്ടങ്ങൾ യോഗീശ്വരന്മാരും ഋഷികളും ശ്രീപരമേശ്വരന് എഴുതി വെച്ചിട്ടുണ്ട് കാളിക്ക് എന്തൊക്കെയാണ് വേണ്ടത്. ആ ശങ്കരാചാര്യർ കാളി സഹസ്രനാമത്തെ പറയുന്നത് കാളി മാതീക മത്സ്യമാംസാദി രാഗിണി രുദ്രപ്രിയ. ഇവിടുത്തെ സന്യാസിമാർ ഏറ്റവും ടോപ്പ് ലെവലിൽ വെച്ച ആളാണ് ആര്? ശങ്കരാചാര്യർ അല്ലേ? ആ ശങ്കരാചാര്യരാണ് പറഞ്ഞത് കാളിം മാതീക മത്സ്യമാംസാദി രാഗിണി രുദ്രപ്രിയ. മാതീകം എന്ന് പറഞ്ഞാൽ മദ്യം, മത്സ്യം എന്ന് പറഞ്ഞാൽ മീൻ, മാംസം എന്ന് പറഞ്ഞാൽ ഇറച്ചി അല്ലേ? രാഗിണി രുദ്രപ്രിയ. ഈ ദേവതയ്ക്ക് രക്തം. ഈ 4 ദ്രവ്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ദേവതനെ ഉപാസിക്കുന്നവരും പൂജിക്കുന്നവരും കൊടുക്കേണ്ടത്. അതിന് പകരം കുമ്പളങ്ങ് വെട്ടിയാൽ ചോര വരില്ല, മഞ്ഞളും നൂറൊക്കെ കലക്കിയിട്ട് ഭഗവതിനെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനൊന്നും ഒരു പ്രമാണമില്ല. ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്? ഇതൊന്നും ഒരു ഇത് വെട്ടുന്നവരോട് ചോദിച്ചോക്ക് ഇത് ഏത് ഗ്രന്ഥത്തിലാണ് പറയുന്നത്? ഉത്തരം ഉണ്ടാവില്ല. ഈ ദേവതനെ അതിൻ്റെ ഇഷ്ടാനുസരണം പൂജിക്കാനും കോഴീനെ വെട്ടാനൊക്കെ കൃത്യമായിട്ട് പ്രമാണമുണ്ട്. ഇപ്പോൾ വെറുതെ നമ്മൾ പറയുന്നതല്ല, ഒരു ജീവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. നമ്മൾ കഴിക്കുന്ന ഓരോ അന്നത്തിലും പച്ചക്കറിയിലും ഇതേ ജീവൻ്റെ കണി തന്നെയാണ് ഉള്ളത്. അത് നമ്മൾ മനസ്സിലാക്കണം. പ്രകൃതിക്ക് തമോ ഗുണവും ആവശ്യമാണ്, അതിന് ബലി വേണം അല്ലേ? സൃഷ്ടി സ്ഥിതി സംഹാരവും ആവശ്യമാണ്. അല്ലെങ്കിൽ ഭൂമിൻ്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കില്ല അല്ലേ? ഈ കുടുംബങ്ങളിൽ ഐശ്വര്യം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് ഭദ്രകാളിയെ ഉപാസിക്കേണ്ടത്? കാരണം അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ഈ പല പഴയകാല കുടുംബങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ആ കുടുംബത്തിലെ ദേവത ഭദ്രകാളിയായിരുന്നു. ഇന്ന് പലപ്പോഴും ഉപാസനകളോ മറ്റു കാര്യങ്ങളോ ഇല്ലാതെ പോകുന്നുണ്ട്. ഒരു കുടുംബത്തിന് അഭിവൃദ്ധി വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ആ ദേവതയെ പൂജിക്കേണ്ടത്, ഭദ്രകാളിയെ കുടുംബങ്ങൾ പൂജിക്കേണ്ടത്? ഈ ദേവതയെ പ്രധാനമായും എല്ലാവരും ഒത്തുകൂടി വാർഷികമായിട്ട് 1 or 2 തവണ ശക്തി പൂജ ചെയ്തിരുന്നു. ശാക്തേയ കർമ്മം എന്ന് പറയും. കൃത്യമായിട്ട് പഞ്ചമകാരങ്ങൾ വെച്ച് ശക്തി പൂജ നടത്തിയിരുന്നു. കണ്ണൂർ ഭാഗങ്ങളിൽ ഭദ്രകാളി വിധാനത്തിലും കോഴിക്കോട് മുതൽ ഇങ്ങോട്ട് മലപ്പുറം വരെ ബാലാവിധാനത്തിലും അവിടെ നിന്ന് ഇങ്ങോട്ട് തെക്ക് വരെ തിരുവനന്തപുരം വരെ ഭുവനേശ്വരി വിധാനത്തിലും ശക്തി പൂജകൾ നടന്നിരുന്നു. 3 ഭാവങ്ങളിൽ. ഈ 3 ഭാവത്തിൻ്റെ ഐക്യം തന്നെയാണ് ഇപ്പോൾ മഹാലക്ഷ്മി, മഹാസരസ്വതി, മഹാകാളി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ വിധിപ്രകാരം ശക്തി പൂജയാണ് വാർഷികമായിട്ട് എല്ലാവരും ആരാധിച്ചിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെല്ലാവരും പല സ്ഥലത്തും വിദേശത്തൊക്കെ കാര്യത്തിന് പോകുന്നുണ്ടെങ്കിൽ വർഷത്തിലുള്ള ശാക്തേയ കർമ്മത്തിന് എല്ലാവരും കൂടി പങ്കെടുക്കുക. മുടങ്ങിക്കിടന്ന ശക്തി പൂജ എല്ലാവരും പുനഃസ്ഥാപിക്കുക. പീഠത്തിൽ ആ ഭഗവതിനെ പൂജിച്ച് നമ്മളെല്ലാവരും തന്നെ അർച്ചനയും തർപ്പണമൊക്കെ കൃത്യമായി ഈ ദേവതക്ക് കൊടുക്കും.
ആ രീതിയിൽ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ കുടുംബം രക്ഷപ്പെടും. ശാക്തേയത്തിൻ്റെ ജീനില്ലാത്ത ഒരു വ്യക്തിയും കേരളത്തിലില്ല. മുസ്ലിങ്ങൾ എടുത്താൽ മതി. മുസ്ലിങ്ങൾ, ഇവിടുത്തെ മുസ്ലിങ്ങൾ കൺവേർട്ടഡ് ആണ്, അറിയാലോ. ഉം. ഇവിടെ നിന്നാണ് കേരളത്തിലെ, ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി കൊടുങ്ങല്ലൂരാണ്, അറിയാലോ. ഉം. ചേരമാൻ ജുമാ മസ്ജിദ്. അതാദ്യം ബാർബർ ഷോപ്പായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടത്. ഇവിടെ നിന്ന് അറബികൾ വന്നിട്ട് ഇവിടുത്തെ തമ്പുരാനാണ് സ്ത്രീകളെ കൈമാറിയിട്ട് അങ്ങനെ ഉണ്ടായതാണ് കേരളത്തിലെ മുസ്ലിങ്ങളെന്നാണ് പറയുന്നത്. ഈ സത്യം പറഞ്ഞ് ഈ മുസ്ലിങ്ങളെ കുടുംബം എടുത്ത് നോക്കിയിട്ടുണ്ടാവും, ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളെങ്കിലും ഉണ്ടാവും ഓരോ കുടുംബത്തിലും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദേവതൻ്റെ ആരാധന മുടക്കിയത് കൊണ്ടാണ്, ഈ ശാക്തേയ കർമ്മം മുടക്കിയത് കൊണ്ടാണ്. ആരാധനയിൽ അവരെ ജീനെന്ന് ഇതിൻ്റെ ആരാധന മാറ്റിയത് കൊണ്ടാണ്. അവർ അഭിവൃദ്ധിപ്പെടാനുള്ള കാരണം അവർ അനുദിനം പ്രകൃതിക്ക് ബലി കൊടുക്കുന്നു. ഇവിടെ ഹിന്ദുക്കൾക്ക് മാത്രമല്ല ഇതൊക്കെ വർജ്യം. അവർ ബിസ്മി ചൊല്ലിയർത്ത മാംസം വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നു. അവരെ മന്ത്ര സംസ്കാരം നമ്മുടെ ഉള്ളിലേക്കാക്കുന്നു. ഇത് സത്യത്തിൽ കൈവേശ രൂപത്തിൽ നമ്മുടെ കുട്ടികളിലും ഭാര്യമാരിലും വർദ്ധിക്കുന്നു. അങ്ങനെയാണ് ഇവർ കൺവേർട്ടഡ് ആക്കുന്നത്, കൃത്യമായിട്ട് അവരെ സംസ്കാരത്തിലേക്ക് മാറ്റുന്നത്. ഇവിടെ ഹിന്ദുവിൻ്റെ ആരാധന തുടരണം, ഇവിടെ ഹിന്ദുക്കൾ നിലനിൽക്കണമെങ്കിൽ ഇവിടെ ഇത്തരം ആചാരങ്ങൾ, കൗളാചാര പ്രകാരം ഇത്തരം സമ്പ്രദായ ആചാരങ്ങൾ നിലനിൽക്കണം. എങ്കിൽ മാത്രമേ ഇനി ഹിന്ദുവിന് കേരളത്തിൽ ഇവിടെ നിലനിൽപ്പുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മതം മാറേണ്ടി വരും, ഉറപ്പാണ്.